എല്ലാ ദിനവും ഒരുപോലെയല്ല. നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ഇന്നത്തെ ലോകത്ത് എല്ലാ ദിവസവും ഒരുപോലെ ഒരിക്കലും അല്ല. എല്ലാ സമയവും ഒരുപോലെ ഒരിക്കലും അല്ല. എല്ലാ മാസവും ഒരുപോലെ ഒരിക്കലും അല്ല. ചില മാസങ്ങൾക്ക് മറ്റു മാസങ്ങളെക്കാൾ പ്രത്യേകതയുണ്ട്. ചില രാത്രികൾക്ക് മറ്റ് രാത്രികളെക്കാൾ പ്രത്യേകതയുണ്ട്. ചില സമയങ്ങൾക്ക് മറ്റ് ചില സമയങ്ങളെക്കാൾ പ്രത്യേകതയുണ്ട്. ചില ദിവസങ്ങൾക്ക് മറ്റ് ചില സമയങ്ങളെക്കാൾ ദിവസങ്ങളെക്കാൾ പ്രത്യേകതയുണ്ടെന്ന് വിശുദ്ധമായ ഖുർആൻ എന്ന് സാക്ഷ്യപ്പെടുത്തുകയല്ലേ. വൽ ഫജ്രി വലയാലിൻ അശ്ർ, പരിശുദ്ധമായ ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ, ആ ദിവസങ്ങളിലാണ്, ആ രാത്രികളിലാണ് വിശുദ്ധമായ അറഫ കടന്നു വരുന്നത്. ആ പുണ്യമായ ദിവസങ്ങളിലാണ് വിശുദ്ധമായ ബലിപ്പെരുന്നാൾ കടന്നു വരുന്നത്. അപ്പൊ അറഫ ഉൾപ്പെടുന്ന, ബലിപ്പെരുന്നാൾ ഉൾപ്പെടുന്ന ദുൽഹജ്ജിന്റെ ആദ്യ 10 ദിവസങ്ങൾ അത് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് എന്ന് മുത്തു റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തിരുനബി പറയുന്നുണ്ട്, ആ ദിവസങ്ങളെക്കാൾ, ആ ദിവസങ്ങളിലെ ആരാധനകളെക്കാൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റൊരു ആരാധനയും ഇല്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി വലാ അഹബ്ബു ഇലൈഹിൽ അമൽ ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാം. പരിശുദ്ധമായ ദുൽഹജ്ജിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ അല്ലാഹു അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ ദിവസങ്ങളിൽ ഒരാൾ ആരാധനയിൽ ഏർപ്പെടുകയാണ്. കാരണം എന്താ? ലോകത്തിന്റെ അഷ്ടകോണുകളിൽ നിന്ന് എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ വിശുദ്ധമായ മക്കയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹജ്ജിന്റെ കർമ്മങ്ങൾ അവിടെ നടക്കപ്പെടുകയാണ്. കഅബ വലയം വയ്ക്കപ്പെടുകയാണ്. ആ സുന്ദരമായ നിമിഷങ്ങളിൽ നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ആ രാത്രികളും പകലുകളും ആരാധനകൾ കൊണ്ട് നമ്മൾ അലങ്കരിക്കണം. അത് നമ്മുടെ ധാർമ്മിക ബാധ്യതയാണ്. അതുകൊണ്ടാണ് മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആ ദിവസങ്ങളെക്കാൾ ബഹുമാനിതമായ ദിവസങ്ങളുണ്ടോ? ആ ദിവസം ഒരാൾ ചെയ്യുന്ന അമലിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റൊരു അമലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാനില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് കുറെ അമലുകളെ നബി തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി. ആ ദിവസങ്ങളിൽ നിങ്ങൾ അധികരിപ്പിക്കണം കേട്ടോ. മിനത്ത് തഹ്ലീൽ, ആ ദിവസങ്ങളിൽ നിങ്ങൾ തഹ്ലീൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികരിപ്പിക്കണം. മുഹമ്മദ് റസൂലുള്ളാഹ്. കാരണം അത് ആദർശത്തിന്റെ ശബ്ദമാണ്. ആദർശത്തിന്റെ ശബ്ദമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫറോവ എന്ന ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരിക്കെതിരെ ഊർജ്ജത്തോടെ, സമരാത്മക ചിന്തയോടെ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിന്റെ മണ്ണിൽ നിന്ന് മുഴക്കിയ ശബ്ദം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്രൂദിയൻ സംസ്കാരത്തിന് അടിമപ്പെട്ട് ജീവിച്ച ഒരു സമൂഹത്തിന്റെ മണ്ണിൽ തന്റെ പ്രിയപ്പെട്ട പിതാവ് പോലും വിഗ്രഹങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ വാണിജ്യം നടത്തിയ ഒരു കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ നമ്രൂദിയൻ രാജവാഴ്ചയ്ക്ക് മുമ്പിൽ ധീരോദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് 4000 വർഷങ്ങൾക്കപ്പുറം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു പറഞ്ഞ ശബ്ദം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അറേബ്യയുടെ മണ്ണിൽ വിശുദ്ധമായ ഇസ്ലാമിന്റെ സുന്ദരമായ സംസ്കാരവും പേറി ലോകത്തിന് വെളിച്ചമായി കടന്നു വന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഖുറൈശി സമൂഹത്തിന് മുമ്പിൽ സഫാ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്ന് ധീരോദ്ധമായി, പേടിയില്ലാതെ, ഭയമില്ലാതെ റബ്ബിന് വേണ്ടി വിളിച്ചു പറഞ്ഞ ശബ്ദം, നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളല്ല ദൈവം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലോകത്തിന് അനിഷേധ്യനായ ഒരു സൃഷ്ടികർത്താവേ ഉള്ളൂ, ആ റബ്ബ് അല്ലാഹുവാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമുക്ക് മുന്നേ കഴിഞ്ഞു പോയ പ്രവാചകന്മാർ ഭയാനകതയില്ലാതെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആദർശത്തിന്റെ ശബ്ദം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ 10 ദിനരാത്രങ്ങളിൽ നിങ്ങൾ കൂടുതലായിട്ട് പറയൂ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടാ പോയത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനോടൊപ്പം നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ എന്ന ദിക്ർ നിങ്ങൾ അധികരിപ്പിച്ചോ. മുഹമ്മദ് റസൂലുള്ളാഹി. എല്ലാ നന്മകളും നിങ്ങൾക്ക് ചെയ്തു തന്ന റബ്ബുണ്ടല്ലോ, ആ റബ്ബിനെ ഈ പവിത്രമായ ദിനരാത്രങ്ങളിൽ നിങ്ങൾ മറന്നു പോകല്ലേ. അല്ലാഹുവിന് ഹംദ്, അൽഹംദുലില്ലാഹ് നിങ്ങൾ കൂടുതലായി പറഞ്ഞു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദിവസങ്ങളിൽ ആരെങ്കിലും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ
ആ പ്രാർത്ഥന തട്ടുകയില്ല എന്ന് വിശുദ്ധമായ ദീന നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വല്ലാത്ത പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. യുദ്ധത്തിന്റെ ഭീതികൾ ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചില ഓർഡറുകൾ നമ്മളോട് പറയുന്നതായി നമ്മൾ കേട്ടു. യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരോട് സംസാരിക്കുമ്പോൾ അവരുടെ കച്ചവടങ്ങളിൽ വല്ലാത്ത പ്രയാസമാണ്. ആ സാമ്പത്തികമായ ബുദ്ധിമുട്ട് രാജ്യവും ഇത് നേരിടുകയാണ്, ലോക രാജ്യങ്ങൾ നേരിടുകയാണ്. അങ്ങനെ പ്രതിസന്ധിദായകമായ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ആകെ രക്ഷയുള്ളത് അല്ലാഹുവിനോടുള്ള തേട്ടം മാത്രമാണ്. അതിനുവേണ്ടി പ്രത്യേകമായി സജ്ജീകരിക്കപ്പെട്ട ദിനരാത്രങ്ങളാണ് വിശുദ്ധമായ ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ. വഇന്നഹു ലാ യുറദു ഫീഹ ദുആ. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ആ ദിനരാത്രങ്ങളിൽ ആരെങ്കിലും അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അവന്റെ മനസ്സ്, അവന്റെ അകം അല്ലാഹുവിനോട് ശബ്ദമുയർത്തിയാൽ, റബ്ബിനോട് തേടിയാൽ ആ ദുആ തട്ടപ്പെടുകയില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി